ആറ്റുകാലമ്മയ്ക്ക് പൊങ്കാല അർപ്പിക്കാൻ വിവിധ ദേശങ്ങളിൽ നിന്ന് ആയിരങ്ങൾ തിരുവനന്തപുരം നഗരത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഭക്തിയുടെ നിറവിലാണ് ആറ്റുകാൽ ക്ഷേത്രവും പരിസരവും ഉള്ളത്. നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പൊങ്കാലയ്ക്കായുള്ള അടുപ്പുകളും ഇതിനോടകം തന്നെ നിരന്നു കഴിഞ്ഞു. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ശങ്കരമംഗലത്ത് ചേർന്നുണ്ട്. പ്രശാന്ത, ഇപ്പോൾ ക്ഷേത്ര പരിസരത്താണുള്ളതെന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ വളരെ വലിയൊരു തിരക്ക് തന്നെയാണ് സന്നിധിയിൽ ആകുന്നത്. പ്രത്യേകിച്ചും സ്ത്രീലക്ഷങ്ങൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് വിവിധ ദേശങ്ങളിൽ നിന്നും. എന്താണ് ഒരുക്കങ്ങളൊക്കെ? നാടും നഗരവും പൊങ്കാലയ്ക്ക് ഒരുങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. വിവിധ ഇടങ്ങളിൽ നിന്നും ലക്ഷക്കണക്കിന് ഭക്തരാണ് ഇപ്പോൾ അനന്തപുരിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ക്ഷേത്ര പരിസരത്ത് തന്നെയാണ്. ദർശനത്തിനായിട്ടുള്ള ഒരു വലിയ നീണ്ട നിര, മണിക്കൂറുകളായി ഭക്തർ അമ്മയുടെ ദർശനം കാണുവാനും ദർശനം കാണുവാനായിട്ട് ഇവിടേക്ക് നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ഇന്ന് ഒരു ദിവസം കൂടി ദർശനം നടത്തിയതിനു ശേഷമാണ് നാളെ പൊങ്കാലയിലേക്ക് കടക്കുക. അതുകൊണ്ട് തന്നെ പരമാവധി ഭക്തർക്ക് ദർശനം നടത്തുവാനുള്ള സൗകര്യവും ദേവസ്വം ബോർഡ് ഈ ആറ്റുകാൽ ദേവസ്വം ഒരുക്കി കൊടുക്കുന്നുണ്ട്. വലിയ തിരക്കാണ് നമുക്കിവിടെ അനുഭവപ്പെടുന്നത്. നിരവധി ഇടങ്ങളിലൂടെയെല്ലാം ഈ ക്ഷേത്ര പരിസരത്തേക്ക് ഭക്തരുടെ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടേക്ക് നാമകവും അക്ഷരാർത്ഥത്തിൽ ഒരു യാഗശാലയായി മാറുന്നൊരു കാഴ്ച അതാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. നാളത്തെ ഒരു ദിവസം അനന്തപുരിക്ക് പുണ്യമാണ്. ഈ ആറ്റുകാലമ്മയുടെ തിരുമുറ്റം അനന്തപുരി ആറ്റുകാലമ്മയുടെ തിരുമുറ്റമായി മാറുന്നൊരു കാഴ്ച നമുക്ക് കാണാൻ കഴിയും. വലിയ ജനത്തിരക്ക്, ഒരുപാട് ദേശാന്തരങ്ങൾ താണ്ടി നിരവധി സ്ത്രീകൾ, അമ്മമാരാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷവും മുൻ വർഷങ്ങളിലും ഒക്കെ ഉണ്ടായതുപോലെ തന്നെ വലിയ തിരക്കാണ് ഇവിടെയും അനുഭവപ്പെടുന്നത്. നമുക്കറിയാം, ആറ്റുകാൽ ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ പഴയും ഐതിഹ്യവും എല്ലാം നമുക്കറിയാം. അതിന് സമാനമായ രീതിയിൽ തന്നെയാണ് എല്ലാ കൊല്ലവും എപ്രകാരമാണോ ജനത്തിരക്കുണ്ടാകുന്നത് അപ്രകാരം തന്നെയാണ് ഇത്തവണയും ഭക്തരുടെ ഒരു ഭക്തരുടെ കാത്തു നിൽക്കുന്ന അവസ്ഥ. അതുപോലെ ഏറ്റവും കൂടുതൽ സ്ത്രീകളുടെ ശബരിമല എന്നാണ് ഈ ആറ്റുകാൽ അമ്പലത്തെ, ആറ്റുകാൽ ദേവി ക്ഷേത്രത്തെ അറിയപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ വനിതകളുടെ കഴിയുന്നുണ്ട്. ഇത്തരത്തിൽ ഏറ്റവും കൂടുതൽ സ്ത്രീ ഭക്തർ ഒരേ സമയത്ത് ശിക്ഷ ഒരുക്കുന്നുണ്ട്. പ്രശാന്ത് സൂചിപ്പിച്ചതുപോലെ ഇനി മണിക്കൂറുകളുടെ കാത്തിരിപ്പാണ് ഉള്ളത് അനന്തപുരി യാഗശാലയായി മാറാനായി. ഇപ്പോഴും ദർശനത്തിനായി നിരവധി ആളുകളാണ് ക്ഷേത്രത്തിലേക്ക്, ആറ്റുകാൽ സന്നിധിയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ അമ്മയെ വണങ്ങി മതിവരുവോളം തൊഴുതു നിൽക്കുന്ന ഭക്തരുടെ ആ ഒരു ദൃശ്യങ്ങളാണ് ഏറെ ശ്രദ്ധേയമായി എടുത്തു പറയേണ്ടത്. വിവിധ ദേശങ്ങളിൽ നിന്നാണ് ആളുകൾ എത്തുന്നത്, ഭക്തരെത്തുന്നത്. ഇപ്പോഴും ആ ഒരു തിരക്ക് ക്ഷേത്രത്തിൽ കാണാൻ സാധിക്കും. ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ വലിയൊരു ജനസഞ്ചയം ഇപ്പോഴും ക്ഷേത്ര പരിസരത്തുണ്ട്. ഒപ്പം വിവിധ ദേശങ്ങളിൽ നിന്നും എത്തുന്ന ആളുകളുണ്ട്. അവരൊക്കെ തന്നെയും നാളേക്കായുള്ള കാത്തിരിപ്പിലാണ്. നാളെ യാഗശാലയായി മാറാൻ പോകുന്ന അനന്തപുരി പൊങ്കാലയ്ക്കായി കാത്തിരിക്കുന്ന, അല്ലെങ്കിൽ പൊങ്കാല അടുപ്പ് കൂട്ടി കാത്തിരിക്കുന്ന ഭക്തരുടെ ആ ഒരു കാത്തിരിപ്പിൻ്റെ ഒരു പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് ഉള്ളത്. ഒരുപക്ഷെ നമുക്കറിയാം, ലോകമെമ്പാടും പ്രശസ്തി ആർജിച്ച ആറ്റുകാൽ അമ്മയുടെ ഈ ഒരു പൊങ്കാല മഹോത്സവം ഒരുപക്ഷെ ഈ സംസ്ഥാനത്തിന് പുറത്തു നിന്നും അല്ലെങ്കിൽ വിദേശികളായിട്ടുള്ള ജനങ്ങൾ അല്ലെങ്കിൽ ഭക്തർ വരെ എത്തുന്ന ഒരു ദിവസമാണ് ഈ പൊങ്കാല മഹോത്സവം എന്ന് പറയുന്നത്. ദിവസങ്ങൾക്ക് മുൻപ് തന്നെ തലസ്ഥാന നഗരവും അതിനായുള്ള ഒരുക്കങ്ങളൊക്കെയും തുടങ്ങിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നാളത്തെ ഈ ഒരു പൊങ്കാല മഹോത്സവത്തിനായി കാത്തിരിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്ത് ഒരിക്കൽ കൂടി ചേർന്നുണ്ട്. പ്രശാന്ത്, നമുക്കറിയാം എപ്പോഴും അല്ലെങ്കിൽ ഓരോ വർഷവും ഓരോ കൗതുകങ്ങളാണ്, അല്ലെങ്കിൽ കൂടുതൽ ഭക്തി നിർഭരമാണ്, അല്ലെങ്കിൽ കൂടുതൽ വർണ്ണശബളമാണ് ആറ്റുകാലിലെ ആഘോഷങ്ങളെന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇപ്പോഴും നിരവധി പരിപാടികൾ കൂടി ഈ ഒരു പൊങ്കാല മഹോത്സവത്തിൻ്റെ ഭാഗമായി ആറ്റുകാൽ ക്ഷേത്ര പരിസരത്തൊക്കെയും നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ വർണ്ണശബളമായ ലൈറ്റുകളൊക്കെയും ഒരു വലിയൊരു മഹോത്സവത്തിൻ്റെ ഭാഗം, അല്ലെങ്കിൽ ഒരു വലിയൊരു സാംസ്കാരിക ഉത്സവമായി ഈ ഒരു ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തെ മാറ്റുകയാണ് ഭക്തരും ജനങ്ങളും ഒക്കെയും. ഏറെ പ്രധാനപ്പെട്ടൊരു കാര്യം, ഈ സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു പ്രധാനമന്ത്രിയൊക്കെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഒരു നാരീശക്തിയുടെ ഒരു പ്രതീകം തന്നെയായി മാറുകയല്ലേ പൊങ്കാല മഹോത്സവവും സ്ത്രീകളുടെ ഈ ഒരു ഒത്തുചേരലൊക്കെ?
വിഷ്ണു സൂചിപ്പിച്ചപ്പോൾ തന്നെ നാരീശക്തിയുടെ ഒരു വലിയ പ്രതീകമായി അനന്തപുരി മാറുകയാണ്. ആറ്റുകാലമ്മയുടെ തിരുസന്നിധി മാറുകയാണ്. വലിയ ജനക്കൂട്ടം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്, കഴിഞ്ഞ ഒരു 3 ദിവസം മുമ്പ് തന്നെ ഇവിടേക്ക് ഭക്തർ ഈ പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചുള്ള ചടങ്ങുകൾക്കായി അല്ലെങ്കിൽ സ്ഥലം പിടിക്കുന്നതിന്, അടുപ്പൂട്ടുന്നതിന് അടക്കമുള്ള കാര്യങ്ങൾക്കായി പല ദേശാന്തരങ്ങളിൽ നിന്നും വിവിധ സ്ഥലങ്ങളിൽ നിന്നും നിരവധി ഭക്തർ ഈ അനന്തപുരിയിലേക്ക് എത്തിച്ചേർന്നിരുന്നു. നമ്മൾ അതിന്റെ പ്രതികരണങ്ങളടക്കം നേരത്തെ കണ്ടതാണ്. ഇപ്പോൾ ഇന്നത്തെ ഒരു രാത്രി ഈ നഗരത്തിന്റെ വീതികളിലെല്ലാം ഉറങ്ങാതെ അല്ലെങ്കിൽ ഈ മഞ്ഞും മഴയും സഹിച്ചുകൊണ്ട് അമ്മമാർ കാത്തിരിക്കുകയാണ്. നാളത്തെ ഒരു ദിവസത്തേക്ക് ഒരു പൊങ്കാലക്കാലം കൂടി കഴിയുമ്പോൾ മറ്റൊരു പൊങ്കാലക്കാലം എത്തണമെന്നൊരു പ്രാർത്ഥനയോട് കൂടിയാണ് ഓരോ അമ്മമാരും കാത്തിരിക്കുന്നത്. ആ ജന്മസാഫല്യം, ആ പുണ്യത്തിന്റെ ആ പുണ്യം നേടുന്നതിനായിട്ടാണ് ഇപ്പോൾ ഈ അമ്മമാരെല്ലാം ഈ തിരുവനന്തപുരത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ പോലെ തന്നെ ഒരു പ്രതീകം, ഏറ്റവും കൂടുതൽ അമ്മമാരും പെങ്ങന്മാരും എത്തുന്ന അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ വനിതമാരെത്തുന്ന ഒരു പുണ്യസ്ഥലം എന്ന പേരിലാണ് സ്ത്രീകളുടെ ശബരിമല എന്ന പേരിൽ ഏറ്റവും കൂടുതൽ കീർത്തിയാർജിച്ച സ്ഥലമാണ് ഈ ആറ്റുകാൽ. അതുപോലെ തന്നെ ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ ഉത്സവവുമായി ബന്ധപ്പെട്ട പൊങ്കാല മഹോത്സവത്തോടനുബന്ധിച്ചാണ് ക്ഷേത്രോത്സവത്തിലെ ഏറ്റവും വലിയൊരു ചടങ്ങായിട്ട് ഈ പൊങ്കാല മാറുന്നത്. നാളെയും കുതിരോട്ടമടക്കമുള്ള ചടങ്ങുകൾ നാളെ ഈ പൊങ്കാലയ്ക്ക് ശേഷം നടക്കാനിരിക്കുകയാണ്. നിരവധി പേരാണ് ഇവിടേക്ക് എത്തുന്നത്. അതിൽ തിരുവനന്തപുരത്ത് നിന്ന് മാത്രമല്ല, കേരളത്തിന്റെ ഒരു ദേശീയ മഹോത്സവമായി തന്നെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവത്തെ നമുക്ക് കണക്കാക്കേണ്ടിയിരിക്കുന്നു. കാരണം ഈ ഏറ്റവും കൂടുതൽ ലക്ഷക്കണക്കിന് ഭക്തർ ഒരു സ്ഥലത്തേക്ക് എത്തുക, അവിടെ ഒരു ആചാരത്തിന്റെ ഭാഗമായിട്ട് അണിനിരക്കുക എന്നത് മറ്റെങ്ങും കാണാത്ത ഒരു അത്യപൂർവമായ കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് ഈ അത്തരത്തിലൊരു കാഴ്ചയാണ് ഈ തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ അനന്തപുരിയിൽ നമുക്ക് കാണാൻ കഴിയുക. ഇങ്ങനെ ഒരു അതിവിശിഷ്ടമായ ഒരു മുഹൂർത്തം, പുണ്യമായ ഒരു മുഹൂർത്തം, ആ മുഹൂർത്തത്തിനാണ് അനന്തപുരി നാളെ സാക്ഷ്യം വഹിക്കുന്നത്. നാളെ ഒരു ദിവസം കൂടി അടുത്ത ഒരു ദിവസത്തിലേക്കുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങളുമുള്ളത്. ഇന്ന് അല്ലെങ്കിൽ ഈ മഴയും വെയിലും ഒക്കെ സഹിച്ചുകൊണ്ട് ഈ ഭക്തർ ഈ കാത്തിരുന്നതെല്ലാം നാളത്തെ ഒരു ദിവസത്തെ പുണ്യത്തിന് വേണ്ടിയാണ്. അനന്തപുരി യാഗശാലയായി മാറാൻ പോകുന്നു. നാടും നഗരവും ഒരുങ്ങിക്കഴിഞ്ഞു. വളരെ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങൾ, സ്ത്രീകൾ എത്തുന്നത് കൊണ്ട് തന്നെ വളരെ വിപുലമായ സുരക്ഷാ സന്നാഹങ്ങൾ ഒരുക്കിയിരിക്കുന്നു. വനിതാ പോലീസിന്റെ ഒരു വലിയ സുരക്ഷാ സംവിധാനമുണ്ട്, പോലീസിന്റെ സംവിധാനമുണ്ട്, മറ്റ് ആംബുലൻസ് അടക്കമുള്ള സജ്ജീകരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു കാരണവശാലും ഭക്തർക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ ഉള്ള ക്രമീകരണങ്ങൾ ഒരുക്കുക. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ടത് സേവാഭാരതി അടക്കമുള്ള സന്നദ്ധ സംഘടനകളുടെ ഒരു സജ്ജീകരണങ്ങളും അവരുടെ സേവന സജ്ജീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. ഭക്തർക്ക് ഒരു കണക്കിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിൽ ഈ ചടങ്ങ് നിറവേറ്റുവാനും ഈ പൊങ്കാല മഹോത്സവം അതിന്റെ ഒരു വലിയ പൂർണ്ണതയിലേക്ക് എത്തിച്ചേരുന്നതിന് വേണ്ടിയിട്ടുള്ള വിവിധ ഇടങ്ങളിൽ ഇത്തരം സജ്ജീകരണങ്ങളെല്ലാം ഒരുക്കിയിരിക്കുകയാണ്. ഭക്തർ അതിന് വേണ്ടിയുള്ള സജ്ജീകരണങ്ങളെല്ലാം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. മാത്രമല്ല ഭക്തർക്ക് ഒരു കണക്കിനും ഉള്ള ബുദ്ധിമുട്ടുണ്ടായിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഭക്ഷണമടക്കമുള്ള കാര്യങ്ങൾക്കായി വിവിധ ഇടങ്ങളിൽ വിവിധ ഈ ക്ഷേത്ര കേന്ദ്രങ്ങൾ ഓരോ സ്ഥലങ്ങളിലും ഉണ്ടാകുന്നുണ്ട്. ആ ഓരോ സ്ഥലങ്ങളിലും ഈ പൊങ്കാലയോടനുബന്ധിച്ച് തന്നെ അവിടെ ഒരു ക്ഷേത്ര സംഗീതം പോലെ ഒരുക്കിയും അവിടെ ഭക്തർക്ക് ഭക്ഷണമടക്കമുള്ളവ ഒരുക്കിക്കൊണ്ട് യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാത്ത രീതിയിലുള്ള സജ്ജീകരണം ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. അനന്തപുരി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ആറ്റുകാലമ്മയുടെ തിരുസന്നിധി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ഈ അനന്തപുരിയുടെ മണ്ണ്, അനന്തപുരിയുടെ കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന ഈ ഭൂമി അക്ഷരാർത്ഥത്തിൽ ആറ്റുകാലമ്മയുടെ തിരുമുറ്റമായി മാറുന്നു. അനന്തപത്മനാഭന്റെ മണ്ണ് ആറ്റുകാലമ്മയുടെ തിരുമുറ്റമായി മാറുന്നു. ഓരോ ഭക്തരും എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവിടേക്ക്. നിരവധി ഭക്തർ, നിരവധി അമ്മമാർ അങ്ങ് ദേശാന്തരങ്ങൾ താണ്ടി വിദേശങ്ങളിലടക്കം അമ്മയുടെ കീർത്തി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അമ്മയെ ഈ പൊങ്കാലയ്ക്കായി എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ദേശാന്തരങ്ങളിൽ നിന്നെല്ലാം നിരവധി ആളുകളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. ഇനിയും ദർശനത്തിനായിട്ടുള്ള ഒരു നീണ്ട നിരയും ക്യൂ ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നത്തെ ഒരു രാത്രി കൂടി കഴിയും. ആ രാത്രിയിൽ പരമാവധി ദർശനം നടത്തുവാനുള്ള സംവിധാനവും ദേവസ്വം അധികൃതരും ഒരുക്കി കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവിടേക്ക് എത്തുന്ന, അനന്തപുരിയിലേക്ക് എത്തുന്ന, ഈ മണ്ണിലേക്ക് എത്തുന്ന, ആറ്റുകാലമ്മയുടെ തിരുസന്നിധിയിലേക്ക് എത്തുന്ന ഭക്തർക്ക് ഓരോ ഭക്തനും യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയുള്ള പ്രധാനമായിട്ടും അത്തരം ശ്രദ്ധകൾ കൂടി കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള സുരക്ഷാ സംവിധാനങ്ങളടക്കം കർക്കശമായ രീതിയിൽ ആണ് ഇപ്പോൾ മുന്നോടിക്കൊണ്ടിരിക്കുന്നത്. ഒഴുക്ക് നമ്മൾ ഈ ജനസമുദ്രം എന്ന് പറയുന്നത് പോലെ തന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇപ്പോൾ ആറ്റുകാലമ്മയുടെ തിരുസന്നിധി ഒരു ജനസമുദ്രമായി മാറിയിരിക്കുകയാണ്. എങ്ങനെയാണോ തിരകൾ അലയടിച്ച് വരുന്നത് അതുപോലെ തന്നെയാണ് ഒഴുക്ക് ഈ ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുന്നത്. എല്ലാം നാളത്തെ ഒരു ദിവസത്തിന് വേണ്ടി ഇന്ന് രാത്രി പുലരുന്നതോടുകൂടി തന്നെ ഈ അനന്തപുരി ഒരു യാഗശാലയായി മാറും. പത്മനാഭൻ ഭൂമി ഒരു യാഗശാലയായി മാറും. ആ ഒരു കാഴ്ച
ആ ഒരു കാത്തിരിപ്പാണ്, ഒരു ജന്മം അല്ലെങ്കിൽ ഒരു വർഷത്തെ കാത്തിരിപ്പ്. ഒരു പൊങ്കാലക്കാലം കഴിഞ്ഞാൽ അടുത്തൊരു പൊങ്കാലക്കാലത്തേക്കുള്ള ഒരു ജന്മത്തിന്റെ കാത്തിരിപ്പ്. ആ കാത്തിരിപ്പിനാണ് നാളെ സായുജ്യമാകാൻ പോകുന്നത്. ഭക്തജനലക്ഷങ്ങൾ അനന്തപുരിയിലേക്ക് ഇരച്ചിറങ്ങുന്നു. ഭക്തജനലക്ഷങ്ങളായ സ്ത്രീകൾ, വനിതകൾ, അമ്മമാരെല്ലാം അനന്തപുരിയുടെ മണ്ണിലേക്ക്, ശ്രീപത്മനാഭന്റെ മണ്ണിലേക്ക് ഇവിടേക്ക് ഒഴുകിയെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നാളത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ. നാളത്തെ ഒരു ദിവസം ആ ജന്മസാഫല്യത്തിന് വേണ്ടിയുള്ള ഒരു കാത്തിരിപ്പ് കൂടിയാണ് ഇപ്പോൾ ഈ ഒരു രാത്രി കൂടി അവസാനിക്കുന്നത്. എന്തായാലും വലിയ തിരക്കാണ് ക്ഷേത്ര സന്നിധിയിൽ അടക്കം ഉള്ളത്. അതോടൊപ്പം തന്നെ സുരക്ഷയും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നാളത്തെ ഒരു കാത്തിരിപ്പിലേക്ക് അനന്തപുരിയും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. വിഷ്ണു, യെസ്, അത് തന്നെയാണ്. അനന്തപുരി യാഗശാലയായി മാറാൻ മണിക്കൂറുകളുടെ കാത്തിരിപ്പ് മാത്രമാണുള്ളത്. ഭക്തജന ലക്ഷങ്ങൾ ആ ഒരു നിമിഷത്തിനായി കാത്തിരിക്കുകയാണ്. ഇപ്പോഴും ആറ്റുകാൽ ക്ഷേത്ര സന്നിധിയിൽ ഭക്തരുടെ തിരക്ക് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പ്രശാന്ത് ശങ്കരമംഗലത്താണ് വിശദമായ റിപ്പോർട്ടുകൾ നൽകിയത്.